ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. IPL ടീം റിവ്യൂ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇതിനോടകം തന്നെ നമ്മൾ ഡൽഹി ക്യാപിറ്റൽസ്, പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകളുടെ റിവ്യൂ ചെയ്തിരുന്നു. ആ വീഡിയോകൾ കാണാത്തവർ തീർച്ചയായും കാണുക. നമുക്ക് മൂന്നാമത്തെ ടീമിലേക്ക് കടക്കാം. ലക്നൗ സൂപ്പർ ജയൻസ് എന്ന ടീം ഫോം ചെയ്തിട്ട് ഇത് നാലാമത്തെ സീസണാണ് വരാൻ പോകുന്നത്. അതിൽ തന്നെ ആദ്യ 2 സീസണുകളിലും പ്ലേ ഓഫിൽ കയറിയവർ കഴിഞ്ഞ വർഷം 7ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. കഴിഞ്ഞ സീസണിൽ ക്യാപ്റ്റനായിരുന്ന KL രാഹുലും ടീം ഓണറായ സഞ്ജീവ് ഗോയങ്കയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ KL രാഹുലിനെ ടീം നിലനിർത്തിയില്ല. പകരം വാശിയേറിയ ലേലത്തിൽ 27 കോടി രൂപ കൊടുത്താണ് ഋഷഭ് പന്തിനെ LSG ടീമിൽ എത്തിച്ചിരിക്കുന്നത്. പന്ത് തന്നെയാണ് ടീമിന്റെ നായകൻ. ഋഷഭ് പന്തിനൊപ്പം കോച്ചായി ഓസീസ് ഇതിഹാസമായി ജസ്റ്റിൻ ലാംഗർ കൂടി എത്തുന്നതോടെ കപ്പിൽ കുറഞ്ഞതൊന്നും LSG പ്രതീക്ഷിക്കുന്നില്ല. നിക്കോളാസ് പുരാൻ, മായങ്ക് യാദവ്, ആയുഷ് ബദോണി, രവി ബിഷ്ണോയ്, മോഹ്സിൻ ഖാൻ എന്നീ താരങ്ങളെ ലേലത്തിന് മുമ്പ് തന്നെ LSG നിലനിർത്തിയിരുന്നു. കൂടാതെ ലേലത്തിൽ ഒരുപിടി നല്ല താരങ്ങളെ സ്വന്തമാക്കാനും അവർക്ക് കഴിഞ്ഞു. നമുക്ക് അവരുടെ സാധ്യത 11 നോക്കാം. ലേലത്തിന് മുൻപ് 5 താരങ്ങളെ നിലനിർത്തിയ LSGക്ക് കുറച്ച് നല്ല താരങ്ങളെ ടീമിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞല്ലോ. എന്നാൽ ഓവറോൾ അത്ര നല്ല ഓപ്ഷൻ ആയിരുന്നു അവരുടേതെന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. കാരണം ലേലത്തിൽ അവർക്ക് 1-2 അബദ്ധങ്ങളും പിണഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡെസിഗ്നേറ്റഡ് ഓപ്പണേഴ്സ് ഇല്ല എന്നത് തന്നെയാണ്. നമ്മൾ പഞ്ചാബ് കിങ്സിന്റെ വീഡിയോ ചെയ്തപ്പോൾ പ്രഭ്സിമ്രാൻ സിംഗിന്റെ കൂടെ ഒന്നുകിൽ ജോഷ് ഇംഗ്ലിസ് അല്ലെങ്കിൽ മാർക്കസ് സ്റ്റോയിനിസ് ഇവരിൽ ഒരാളെ ഓപ്പണറായി ഇറക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ LSGയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മോശമായ അവസ്ഥയിലാണ്. ഞാനിവിടെ ഉദ്ദേശിച്ചത് ഓപ്പണിംഗ് പൊസിഷനിൽ കളിക്കാൻ ടാലന്റ് ഉള്ള പ്ലേയേഴ്സ് ഇല്ല എന്നല്ല, മറിച്ച് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർ ഓപ്പണേഴ്സ് ഇല്ല എന്നത് മാത്രമാണ്. നമുക്ക് അവരുടെ ഓപ്ഷൻസ് നോക്കാം. മിക്കവാറും സാധ്യത ഓസീസ് താരമായ മിച്ചൽ മാർഷ് ഓപ്പൺ ചെയ്യാനാണ്. തന്റെ കരിയറിൽ നേരത്തെയും മിച്ചൽ മാർഷ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മിച്ചൽ മാർഷ് തന്നെ LSGയുടെ ഓപ്പണർ ആവാനാണ് സാധ്യത. മിച്ചൽ മാർഷിനൊപ്പം ആരായിരിക്കും ഓപ്പണിംഗ് പാർട്ണറായി എത്തുക? അതിന് 2 ഓപ്ഷനുകളുണ്ട്. ഒന്ന് സൗത്ത് ആഫ്രിക്കൻ താരമായ എയ്ഡൻ മാർക്രമാണ്. മാർക്രം അത്ര നല്ല ഫോമിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരു പ്രോപ്പർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണോ എന്ന് ചോദിച്ചാൽ അതും അല്ല എന്നാണ് ഉത്തരം. കൂടുതലും മധ്യനിരയിൽ കളിക്കുന്ന മാർക്രം ഓപ്പണിംഗ് പൊസിഷനിൽ ഇറങ്ങാൻ കഴിവുള്ള താരം തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ റീസെന്റ് ഫോമാണ് അല്പം ആശങ്കയുണ്ടാക്കുന്നത്. ഇനിയൊരു ഇന്ത്യൻ ഓപ്ഷനാണ് നോക്കുന്നതെങ്കിൽ യുവരാജ് ചൗധരി ആയിരിക്കും ആ പൊസിഷനിലേക്ക് എത്തുക. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് യുവരാജ് ചൗധരി. സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റിൽ കർണാടകയ്ക്കെതിരെ 60 ബോളിൽ 200+ സ്ട്രൈക്ക് റേറ്റിൽ സെഞ്ചുറി നേടിയിട്ടുണ്ട് യുവരാജ് ചൗധരി. കൂടാതെ ഒരു പാർട്ട് ടൈം ബോളിംഗ് ഓപ്ഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മിച്ചൽ മാർഷിനൊപ്പം ഒന്നെങ്കിൽ യുവരാജ് ചൗധരി അല്ലെങ്കിൽ എയ്ഡൻ മാർക്രം, ഇവരെയാണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ മിഡിൽ ഓർഡറിലേക്ക് വരികയാണെങ്കിൽ വെൽ സെറ്റ് ആയിട്ടുള്ള സോർട്ടഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ഓർഡറാണ്. ഋഷഭ് പന്ത്, ഡേവിഡ് മില്ലർ, നിക്കോളാസ് പുരാൻ 3 പേരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. എക്സ്പ്ലോസീവ് ബാറ്റേഴ്സ് ആണ്. ഇവർ ഫോം ആവുകയാണെങ്കിൽ മിഡിൽ ഓവേഴ്സ് തീർച്ചയായും നിയന്ത്രിക്കാൻ LSGക്ക് കഴിയും. കൂടാതെ നിക്കോളാസ് പുറാന്റെ ആൾ ഹിറ്റിംഗ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ്. അത് കഴിഞ്ഞ് ലോവർ മിഡിൽ ഓർഡറിലേക്ക് നോക്കുകയാണെങ്കിൽ ആയുഷ് ബഡോണി, അതുപോലെ ഷഹബാസ് അഹമ്മദ് നല്ലൊരു ഓൾറൗണ്ട് ഓപ്ഷനാണ്. അങ്ങനെ വരുമ്പോൾ ലോവർ മിഡിൽ ഓർഡറും സോർട്ടഡ് ആണ്. ഇനി ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ വേണമെങ്കിൽ ആയുഷ് ബഡോണി ഒരു ഫ്ലോട്ടറായിട്ട് ഉപയോഗിക്കാം. കാരണം പന്ത്, മില്ലർ, പുറാൻ അങ്ങനെ 3 അടുപ്പിച്ച് ലെഫ്റ്റ് ഹാൻഡേഴ്സ് വരുമ്പോൾ ഇടയ്ക്കൊരു റൈറ്റ് ഹാൻഡറിനെ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയുഷ് ബഡോണിയെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരിക്കും മിക്കവാറും അവരുടെ ബാറ്റിംഗ് ഓർഡർ. ഇനി ബോളിംഗ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ആകാശ്ദീപ് നേരത്തെ RCBക്ക് വേണ്ടി കളിച്ചിട്ടുള്ള പ്ലെയർ ആണ്. അത് കഴിഞ്ഞിട്ട് രവി ബിഷ്ണോയ് 2020 റാങ്കിങ്ങിൽ നമ്പർ 1 വരെ വന്നിട്ടുള്ള ബോളറാണ് ബിഷ്ണോയ്. അത് കഴിഞ്ഞിട്ട് ആവേശ് ഖാൻ, അതുപോലെ മായങ്ക് യാദവ്, മോഹ്സിൻ ഖാൻ. മായങ്ക് യാദവിന്റെ കാര്യം നമുക്കറിയാം. 150+ സ്പീഡിൽ കൺസിസ്റ്റന്റായി ബോൾ ചെയ്യാൻ കഴിവുള്ള താരമാണ് മായങ്ക് യാദവ്. മോഹ്സിൻ ഖാനും നല്ലൊരു ബോളറാണ്. ഇക്കഴിഞ്ഞ സീസണുകളിൽ നല്ല പ്രകടനം നടത്താൻ ഇരുവർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവരുടെ ഒരു പ്ലേയിങ് 11 വരാൻ സാധ്യത. മിച്ചൽ മാർഷ്, കൂടെ ഓപ്പണറായിട്ട് യുവരാജ് ചൗധരി അല്ലെങ്കിൽ എയ്ഡൻ മാർക്രം, പിന്നീട് നമുക്കറിയാവുന്ന പോലെ പന്ത്, മില്ലർ, നിക്കോളാസ് പുറാൻ, ആയുഷ് ബഡോണി, ഷഹബാസ് അഹമ്മദ്, പിന്നെ ബോളേഴ്സ് ആയിട്ട് ആകാശ്ദീപ്, അതുപോലെ രവി ബിഷ്ണോയ്, ആവേശ് ഖാൻ, മായങ്ക് യാദവ്, പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മോഹ്സിൻ ഖാൻ. അപ്പോൾ ഈ ഒരു പ്ലേയിങ് 11 ശ്രദ്ധിച്ചാൽ നല്ല ഡിസ്ട്രക്റ്റീവ് ബാറ്റിംഗ് യൂണിറ്റ് ആണ്, പ്രത്യേകിച്ച് മിഡിൽ ഓർഡർ. അത് കഴിഞ്ഞിട്ട് നല്ല ബോളേഴ്സും ഉണ്ട്. അതായത് കഴിഞ്ഞ സീസണിൽ RCBക്കെതിരെ മായങ്ക് യാദവിന്റെ പ്രകടനം കണ്ടവർക്കെല്ലാം മനസ്സിലാവും. മായങ്ക് യാദവ് എന്ന് പറഞ്ഞാൽ അത്ര ഡിസ്ട്രക്റ്റീവായി, അത്ര പേസിൽ ബോൾ ചെയ്യുന്ന, അത്ര കൺസിസ്റ്റന്റായി ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് മായങ്ക് യാദവ്. മോഹ്സിൻ ഖാനും വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉള്ള ബോളറാണ്. ഇനി എവിടെയാണ് പ്രശ്നം? ഈ പറഞ്ഞ പ്ലേയിങ് 11 നല്ലൊരു പ്ലേയിങ് 11 ആണെങ്കിൽ കൂടി ഇവിടെ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇഞ്ചുറി തന്നെയാണ് ഇവിടെ പ്രശ്നം. നമുക്ക് ടോപ്പിൽ നിന്ന് നോക്കാം. മിച്ചൽ മാർഷ് ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള പ്ലെയർ ആണ്. പലതവണ പരിക്ക് മൂലം ടൂർണമെന്റിന്റെ പകുതിക്ക് വെച്ച് നിർത്തി പോകേണ്ട അവസ്ഥ മിച്ചൽ മാർഷിന് വന്നിട്ടുണ്ട്. ഇനി ബോളിംഗ് നോക്കൂ. മായങ്ക് യാദവ് ഇക്കഴിഞ്ഞ സീസണിലാവട്ടെ എല്ലാ മത്സരവും പരിക്ക് മൂലം കളിച്ചിരുന്നില്ല. ഇന്ത്യൻ ടീമിൽ എത്തിയപ്പോഴും പരിക്ക് വേട്ടയാടി. മോഹ്സിൻ ഖാനും ഇങ്ങനൊരു ഇഞ്ചുറി പ്രോൺ ഹിസ്റ്ററി ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ പ്ലേയിങ് 11 കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന 3 താരങ്ങൾക്കാണ് പരിക്കിന്റെ ഭീഷണിയുള്ളത്. ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് പരിക്ക് പറ്റിയാൽ പകരം ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് ഉണ്ടോ? നമുക്ക് ബെഞ്ച് സ്ട്രെങ്ത് ഒന്ന് നോക്കാം.
മായങ്ക് യാദവിനും മോസിൻ ഖാനും ബാക്കപ്പ് ആയിട്ടുള്ളത് ഒന്ന് രാജ്വർദ്ധൻ ഹംഗ്രേക്കർ എന്ന പ്ലെയർ ആണ്. പിന്നീടുള്ളത് മാത്യു ബ്രേറ്റ്സ്കി ആണ്. നമുക്ക് എയ്ഡൻ മാർക്രം, ഇനി എയ്ഡൻ മാർക്രമെയാണ് ഓപ്പണറായിട്ട് നിയോഗിക്കുന്നതെങ്കിൽ എയ്ഡൻ മാർക്രത്തിന്റെ ഒരു ബാക്കപ്പ് ആയിട്ട് പറയാം. പക്ഷെ മിച്ചൽ മാർഷിന്റെ ബാക്കപ്പ് ആയിട്ട് നല്ലൊരു പ്ലെയർ ഇവിടെ ഇല്ല. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ മിച്ചൽ മാർഷ് ഒരു ഓൾറൗണ്ട് ഓപ്ഷനാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഏകന സ്റ്റേഡിയം, ലക്നൗ സ്റ്റേഡിയത്തിൽ മിച്ചൽ മാർഷിന്റെ ബോളിംഗ് യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. മിച്ചൽ മാർഷിന്റെ പരിക്ക് പറ്റിയാൽ അതിന് പകരം ഒരു ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ്, അല്ലെങ്കിൽ മിച്ചൽ മാർഷ് ഫോം ഔട്ട് ആണെങ്കിൽ പകരം ഒരു ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് ഇവർക്കില്ല. ഇനി ബോളിംഗിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോളിംഗിലേക്ക് വരുമ്പോൾ ഒരു സോളിഡ് ഫോറിൻ ഫാസ്റ്റ് ബൗളിംഗ് ഓപ്ഷൻ ഇവർക്കില്ല. ഇവർക്കുള്ളത് ഷെമാർ ജോസഫ് ആണ്. ഷെമാർ ജോസഫ് വെസ്റ്റ് ഇൻഡീസിന്റെ നല്ല പ്ലെയർ ആണ്, അതായത് നല്ല ടാലന്റഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്. പക്ഷേ 2020 സ്യൂട്ട് ആയിട്ടുള്ള പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ഇതേവരെ ഈ ഫോർമാറ്റിൽ ചുവടുറപ്പിക്കാൻ, അതായത് ടെസ്റ്റിൽ കളിക്കുന്ന പോലെ ആ ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് നൽകാൻ ഷെമാർ ജോസഫിന് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ബോളിംഗിൽ ഒരു ഓൾ ഇന്ത്യൻ അറ്റാക്ക് ഇവർക്ക് നയിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് നേരത്തെ പരിക്കിന്റെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഇവരുടെ കോമ്പിനേഷൻ ആകെ കുളവാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർ എക്സ്പെൻസീവ് ആവാനും സാധ്യതയുണ്ട്. ഇനി നമ്മൾ നേരത്തെ റിവ്യൂകളിൽ പറഞ്ഞതുപോലെ ബോളിംഗ് അടി വാങ്ങിയാൽ അതിനെ കവച്ചു വെക്കാനുള്ള, അതിനെ ടാക്കിൾ ചെയ്യാനുള്ള ബാറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് ഉത്തരം. പക്ഷെ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട്, അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് 200 വഴങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹൈ സ്കോർ വഴങ്ങുകയാണെങ്കിൽ എല്ലാ മത്സരങ്ങളിലും അതിനെ ടാക്കിൾ ചെയ്യാൻ ഒരുപക്ഷെ ഈ ബാറ്റിംഗ് യൂണിറ്റിന് പറ്റിയെന്ന് വരില്ല. കാരണം നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഋഷഭ് പന്ത് ആയാലും നിക്കോളാസ് പൂറാൻ ആയാലും ഹാർഡ് ഹിറ്റിംഗ് ബാറ്റേഴ്സ് ആണ്. ഡേവിഡ് മില്ലർ പിന്നെയും ഒരു ഡബിൾ ഗിയർ ഉള്ള, അതായത് സാഹചര്യത്തിനനുസരിച്ച് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന താരമാണ്. പക്ഷെ നിക്കോളാസ് പൂറൻ ഒരു ഹാർഡ് ഹിറ്റിംഗ് താരമാണ്. അതുപോലെ ഋഷഭ് പന്ത് ആയാലും മിച്ചൽ മാർഷ് ആയാലും ആ ഒരു ആങ്കറിംഗ് ടൈപ്പ് ഇന്നിങ്സ് കളിക്കുന്ന താരങ്ങളല്ല. അങ്ങനെ വരുമ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റിസ്ക് ആൻഡ് റിവാർഡ് റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ, അതായത് അവർ ഇപ്പോൾ ഒരെണ്ണം അടിക്കുമ്പോൾ 6 പോകാൻ സാധ്യത ഉള്ളതുപോലെ തന്നെ അത് വിക്കറ്റ് ആവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പടപടാന്ന് 2-3 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ഇനി ബോളിംഗ് യൂണിറ്റ് അത്ര കേപ്പബിൾ ആയിട്ട് ഓപ്പോണൻസിനെ റെസ്ട്രിക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇവർക്ക് അതൊരു ഇഷ്യൂ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് LSGയെ പറ്റി എനിക്ക് തോന്നുന്നത്. ഇനി അവർ പ്ലേ ഓഫിൽ കയറുമോ എന്ന് ചോദിച്ചാൽ ഇവരുടെ കാര്യത്തിലും നല്ല ടീമാണ്. പക്ഷെ എന്തോ ആ ബോളിംഗ് യൂണിറ്റ് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത യൂണിറ്റ് ആണ്. അതിന് കാരണം ഇഞ്ചുറി സ്കെയർ തന്നെയാണ്. ഈ സീസണിലും മായങ്ക് യാദവ് എല്ലാ മത്സരങ്ങളിലും കളിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ മോസിൻ ഖാന്റെ കാര്യമായാലും ഇഞ്ചുറി ഉണ്ടാവാനും അറ്റ്ലീസ്റ്റ് ഒരു കപ്പിൾ ഓഫ് മാച്ചസ് മിസ്സാവാനും ചാൻസ് ഉള്ള താരമാണ്. അതുപോലെ ഓപ്പണിങ്ങും ഒരു വെൽ സോർട്ടഡ് ഓപ്പണിങ്ങും അല്ല. ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രക്റ്റീവ് മിഡിൽ ഓർഡർ ആണ്. നമ്മൾ പറഞ്ഞ പോലെ ഋഷഭ് പന്ത്, മില്ലർ, നിക്കോളാസ് പൂറാൻ, ആ ഒരു യൂണിറ്റ് ക്ലിക്കായി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു നല്ല ഹൈ സ്കോറിലേക്ക് എത്താനും അതുപോലെ തന്നെ വിജയത്തിലേക്ക് എത്താനും സാധ്യതയുള്ള ടീമാണ്. പക്ഷെ നമ്മൾ പ്ലേ ഓഫ് സാധ്യത കൺസിഡർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ടീമിന്റെ ആ ഒരു ഇതോടെ നമ്മൾ നോക്കുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇവർക്കും മസ്റ്റായി ടോപ്പ് 4 കാണുമോ എന്ന് ചോദിച്ചാൽ കാണാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് LSGയുടെ ടീമിനെ പറ്റി എന്താണ് തോന്നുന്നത്? ഇക്കുറി LSG കപ്പടിക്കുമോ? കമന്റ് ചെയ്യുക. അടുത്തൊരു ടീമിന്റെ റിവ്യൂമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.